പെണ്ണിന്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം അവന്റെ ഒലിപ്പിക്കലൊക്കെ കേട്ട് സഹിച്ച ഒരു വിധത്തിൽ നിൽക്കുകയാണെന്ന്. അവിടെ ഉണ്ടായിരുന്ന റിസപ്ഷനിസ്റ്റിന്റെ കയ്യിൽ നിന്നും കീ മേടിക്കുമ്പോൾ അകത്തിരിക്കുന്ന കാലിൽ വാച്ച് കെട്ടി ഒരുത്തനെയും അവൾ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ അവിടെയുള്ള റൂമിലേക്ക് ഓക്ജുനെ അവൻ കൂട്ടിക്കൊണ്ടു പോവാണ്. എങ്ങനെയുണ്ട് എന്റെ സർപ്രൈസ്? ഈ റൂം നിനക്ക് ഇഷ്ടമായോ? ഒരു ചൈനീസ് പാലസ് പോലെ ഉണ്ടല്ലേ? പുറത്തു നിന്ന് നോക്കിയാൽ ചീപ്പായി തോന്നുമെങ്കിലും അകത്ത് കൊട്ടാരം പോലെയാണ്. ഇവിടെ നിന്ന് നോക്കിയാതാ നല്ല വ്യൂ ആണ്. ഇപ്പൊ രാത്രി ആയതുകൊണ്ടാണ് ഒന്നും കാണാൻ കഴിയാത്തത്. ഇതൊക്കെ കേട്ട് ഒരു താല്പര്യം ഇല്ലാതിരിക്കുന്ന ഓക്ജുനോട് നീ ഞാൻ കണ്ടിട്ടുള്ളവരിൽ നിന്നൊക്കെ വളരെ സ്ട്രേഞ്ച് ആണെന്ന് പറയാണ്. ഒരു ഡ്രിങ്ക് ആയാലോ എന്ന് ചോദിച്ച വില്ലൻ ഡ്രഗ്സ് മിക്സ് ആക്കിയ ആ ഡ്രിങ്ക് അവൾക്ക് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ മുന്നിൽ കണ്ടിട്ടാണല്ലോ അവള് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് കുടിച്ചെന്ന് കാണിച്ച് അവള് ബോധമില്ലാതെ കിടക്കുകയാണ്. അവനാവട്ടെ മാസ്ക് ഒക്കെ എടുത്തിട്ട് വീഡിയോ റെക്കോർഡാക്കാൻ തുടങ്ങുകയാണ്. അവൻ ഓക്ജുവിന്റെ പാൻസ് അഴിക്കാൻ തുടങ്ങുമ്പോഴേക്കും കയ്യിലുണ്ടായിരുന്ന കത്തിയെടുത്ത് അവൾ അവനെ കുത്താൻ പോവാണ്. ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന ഒരു മൂവായിട്ട് കൂടി അവൻ കൈകൊണ്ട് അത് തടയുകയാണ്. പിന്നെ അവിടെ നടന്നത് വലിയൊരു ഫൈറ്റ് തന്നെയാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും ഒപ്പത്തിനൊപ്പം തന്നെ നിൽക്കുന്നുണ്ട്. ഒരു ഘട്ടത്തില് ഓക്ജു വില്ലന്റെ കഴുത്തിൽ കത്തിവെച്ച് അവനെ ലോക്ക് ചെയ്യുന്നുണ്ട്. അവളെ മലർത്തിയടിച്ച് അവൻ രക്ഷപ്പെടുന്നുണ്ട്. ഓക്ജു അങ്ങനെ വിട്ടുകൊടുക്കില്ലല്ലോ. അങ്ങനെ അവന്റെ ഷോൾഡറിലേക്ക് തന്നെ അവള് കത്തി കുത്തി ഇറക്കുന്നുണ്ട്. പിന്നീട് അവനെ അടിച്ച് താഴെയിട്ട് അവന്റെ കവിളിൽ തന്നെ ആ കത്തി കുത്തി ഇറക്കുന്നുണ്ട്. ആ കത്തി അവന്റെ ചുണ്ട് വരെ കൊണ്ടുവന്ന് അവന്റെ കവിൾ അവള് കീറി വിടുന്നുണ്ട്. അവൻ